രേഖാചിത്രം എന്ന സിനിമ കണ്ടു. ആസിഫ് അലി അവതരിപ്പിക്കുന്ന വിവേക് ഗോപിനാഥ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഒരു പണിഷ്മെൻ്റ് ട്രാൻസ്ഫറായി മലക്കപ്പാറ എന്ന സ്ഥലത്തെത്തുന്നതും പിന്നീട് അവിടെ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളിലൂടെ ആണ് കഥ പുരോഗമിക്കുന്നത്. ഒരു സസ്പെൻസ് ത്രില്ലറായ ഈ ചിത്രത്തിൽ പഴയ കാലഘട്ടത്തെയും അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തെയും അതിൻ്റെ തനിമ ഒട്ടും ചോരാതെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ജോഫിൻ ചാക്കോയുടെ സംവിധാന മികവും അതുപോലെ തന്നെ രാമു അനിലിൻ്റെ മികച്ച തിരക്കഥയും തന്നെയാണ് ചിത്രത്തിൻ്റെ ബാക്ക് ബോൺ. പിന്നെ ഏറ്റവും മികച്ചതായി തോന്നിയത് സിനിമയുടെ പശ്ചാത്തല സംഗീതമാണ്. മുജീബാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. മലയാള സിനിമയിലെ പകരം വെക്കാനില്ലാത്ത അഭിനേതാക്കളായ സിദ്ദിഖ്, മനോജ് കെ ജയൻ, നിഷാന്ത് സാഗർ, ശ്രീകാന്ത് മുരളി, ഇന്ദ്രൻസ്, അതുപോലെ തന്നെ അനശ്വര രാജൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മികച്ച കഥാപാത്രങ്ങളായി എത്തുന്നത്. അസാധ്യമായ ഈ സസ്പെൻസ് ത്രില്ലറിനെ അതിൻ്റെ മികവ് ഒട്ടും തന്നെ ചോർന്നു പോകാതെ ക്യാമറയിൽ ഒപ്പിയെടുത്തിരിക്കുന്നത് അപ്പു പ്രഭാകറാണ്. ഈ അടുത്തിറങ്ങിയ ചിത്രങ്ങളായ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ, അതുപോലെ തന്നെ ടോവിനോയുടെ ഐഡൻറ്റിറ്റി, ഇപ്പോൾ ആസിഫ് അലിയുടെ രേഖാചിത്രം, ഈ സിനിമകളൊന്നും നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല. ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ എൻ്റർടൈനറാണ് എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. കുടുംബസമേതം കാണാവുന്ന ചിത്രം തന്നെയാണ് രേഖാചിത്രം. എല്ലാവരും ഫാമിലിയായി പോയി സിനിമ കാണുക, എൻജോയ് ചെയ്യുക. ഈ സിനിമ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല.